കുറച്ച് അമ്മമാർ ആശങ്കപ്പെട്ടിട്ട് വിളിച്ചിരുന്നു. കാരണം ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും ന്യൂമോണിയ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്ക് ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്, പ്രായമായവർക്ക് ഒരു കടുത്ത ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ 1-2 ആൻറ്റിബയോട്ടിക്കുകളുടെ കോമ്പിനേഷൻ ഇതാണ് ഫാർമസിയിൽ നിന്ന് ഡിസ്പെൻസ് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികളുടെ അമ്മമാർ അവർക്ക് ആൻറ്റിബയോട്ടിക് കഴിച്ചു തുടങ്ങിയതിന് ശേഷം 1-2 അതിലധികമോ പ്രാവശ്യമായിട്ട് വയറിളകുന്നുണ്ട്, ചിലരെങ്കിലും ഛർദ്ദിക്കുന്നുണ്ട് എന്ന് ആശങ്കപ്പെട്ടിട്ടാണ് വിളിക്കുന്നത്. ഇതിൽ പേടിക്കാനൊന്നുമില്ല. സാധാരണയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മിക്ക ആൻറ്റിബയോട്ടിക്കുകളുടെ സൈഡ് ഇഫക്റ്റ് ആണ് ഓക്കാനം, ഛർദി, വയറിളകി പോവുക എന്നുള്ളത്. ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി അത് സാധാരണയായിട്ട് അതങ്ങ് മാറിപ്പോക്കോളും. പ്രത്യേകിച്ച് ആശങ്കപ്പെടാനൊന്നുമില്ല. പക്ഷേ കുട്ടികളെ വളരെ തീവ്രമായിട്ട് പനിക്കുകയും അവർ ഭക്ഷണം ഒന്നും കഴിക്കാതെ തളർന്നു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാർമസിസ്റ്റിനെയോ ഡോക്ടറെയോ വിവരം അറിയിക്കേണ്ടതുണ്ട്. അവർ വേണ്ടത് ചെയ്തുകൊള്ളും. നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അസുഖാവസ്ഥയിൽ ശരീരത്തിൽ നിന്ന് ഈ അവസ്ഥയിൽ ധാരാളം വെള്ളം നഷ്ടപ്പെടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പൊട്ടാസ്യം ഉൾപ്പെടുന്ന ഇലക്ട്രോലൈറ്റ്സ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതുകൊണ്ട് അവരെ വെള്ളം കുടിപ്പിച്ച് അവരെ ഡീഹൈഡ്രേറ്റഡ് ആകാതെ നോക്കുക എന്നുള്ളതും, പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള നേന്ത്രപ്പഴം, അതായത് ബനാന അല്ലെങ്കിൽ തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ് ബേക്ക് ചെയ്തോ അല്ലെങ്കിൽ പുഴുങ്ങിയോ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ആക്റ്റീവ് പ്രോബയോട്ടിക് ഉൾപ്പെട്ടിട്ടുള്ള യോഗട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പാലും പാലുൽപ്പന്നങ്ങളും വയറിന് വളരെയധികം അപ്സെറ്റ് ആകും. അതുകൊണ്ട് അത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.